ശബരിമലയിൽ മലയാളി ബ്രാഹ്മണർ മാത്രം അയ്യപ്പനെ പൂജിച്ചാൽ മതിയെന്ന് ഹൈക്കോടതിയുടെ വിധി. 2021 മേൽശാന്തിമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യത്തിലാണ് മലയാളി ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന തിട്ടൂരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടുത്തിയത്. ഇതിനെതിരെ അബ്രാഹ്മണ ശാന്തിക്കാരായ കോട്ടയം സ്വദേശി CV വിഷ്ണുനാരായണൻ, തൃശൂർ സ്വദേശികളായ TL സിജിത്ത്, PR വിജീഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നായിരുന്നു ഇവരുടെ പ്രധാന വാദം. മലയാള ബ്രാഹ്മണർക്ക് മാത്രമായി നിജപ്പെടുത്തിയത് പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത ഉച്ചനീചിത്വമാണെന്നും ഇവർ വാദിച്ചു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ ഒരു തെറ്റും കാണുന്നില്ല ഹൈക്കോടതി. കീഴ്വഴക്കമനുസരിച്ച് ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം. മലയാള ബ്രാഹ്മണർ പൂജാരിമാരാകുന്നത് പുരാതന കാലം മുതൽ തുടരുന്ന രീതിയാണെന്നും അത് മാറ്റാനാകില്ല എന്നുമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ വാദം. ഇത് ഹൈക്കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനങ്ങളിൽ ജാതീയ വിവേചനം പാടില്ലെന്ന് N ആദിത്യൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേസിൽ സുപ്രീം കോടതി തന്നെ അസന്നിഗ്ധമായി പറഞ്ഞതാണ്. ശാന്തി നിയമനങ്ങളിൽ മലയാളി ബ്രാഹ്മണർക്ക് പ്രത്യേക സംവരണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ആദിത്യൻ കേസിൽ പരമോന്നത കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശബരിമലയിൽ ആ തീരുമാനം നടക്കില്ല. 100% ബ്രാഹ്മണ സംവരണം തുടർന്നോളൂ എന്ന് കൂടിയാണ് ഇന്നത്തെ വിധി. മഹാക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കയറാൻ അബ്രാഹ്മണർക്ക് ഇനിയും പോരാടേണ്ടി വരും എന്ന് സാരം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നവോത്ഥാന സമിതി ഉണ്ടാക്കിയ മുന്നണിയുടെ സർക്കാരിന്റെ കാലത്താണ് ദേവസ്വം ബോർഡിന്റെ ഈ നിലപാട് വന്നത് എന്നോർക്കണം. ബ്രാഹ്മണ്യത്തിനെതിരെ അരുവിപ്പുറത്ത് ശിവനെ നാരായണ ഗുരു പ്രതിഷ്ഠിച്ച് ശതാബ്ദി പിന്നിടുമ്പോഴും പ്രധാന ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ കയറാൻ അബ്രാഹ്മണർക്ക് കോടതി കയറിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥ. ക്ഷേത്രങ്ങളിലെ ശാന്തി നിയമനങ്ങളിൽ ജാതി അടിസ്ഥാനമാകരുതെന്ന 2002 സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും 2014 മാത്രമാണ് എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാക്കി സർക്കാരിന്റെ വിജ്ഞാപനം പോലും വന്നത്. SNDP അടക്കമുള്ള സംഘടനകളുടെ വലിയ സമ്മർദ്ദം അതിന് വേണ്ടി വന്നു. എന്നിട്ടും ശബരിമലയുടെ കാര്യത്തിൽ മാത്രം ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് ബോർഡ് എപ്പോഴും വാദിച്ചത്. അവിടെ തന്ത്രിയും തന്ത്രി കുടുംബവും പറയുന്നതാണ് പ്രധാനം. ക്ഷേത്രങ്ങളിലെ നിയമനങ്ങളിൽ ജാതി പരിഗണിക്കാൻ പാടില്ലെന്ന സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിക്കുമ്പോൾ ശബരിമലയിലേത് താൽക്കാലിക നിയമനം മാത്രമാണ് എന്ന വിദണ്ഡവാദമാണ് ദേവസ്വം ബോർഡ് എല്ലാ കാലവും ഉയർത്തിയത്. എങ്കിൽ ഈ ആചാരങ്ങൾ തുടരട്ടെ എന്ന് ഇന്ന് ഹൈക്കോടതിയും വിധിച്ചു. പുരാതനമായ ആചാരം എന്നുള്ളത് കൊണ്ട് മാറ്റമില്ലാതെ ഇനിയും തുടരണമെന്ന് ദേവസ്വം ബോർഡുകൾ പോലും വാദിക്കുന്നതിന്റെ യുക്തി എന്താണ്? ആചാരങ്ങൾക്ക് മുകളിൽ മൗലികാവകാശത്തെ പ്രതിഷ്ഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ചാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി പറഞ്ഞത് എന്ന് മറന്നുപോകരുത്. പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശബരിമലയിൽ ആദ്യകാലത്ത് പൂജ നടത്തിയിരുന്നത് മലയര വിഭാഗമാണെന്ന അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ക്ഷേത്രാധികാരം ബ്രാഹ്മണ കുടുംബം തട്ടിയെടുത്ത് സ്വന്തമാക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇത് ശബരിമലയുടെ മാത്രം കാര്യം. മറ്റ് ക്ഷേത്രങ്ങളിലെ അവസ്ഥയിലും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചില ക്ഷേത്രങ്ങളിൽ ദളിത് പൂജാരിമാരെ നിയമിച്ച് വാർത്താബഹളം ഉണ്ടാക്കിയതല്ലാതെ വലിയ മാറ്റം അക്കാര്യത്തിൽ കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ സ്ത്രീകളെ അടക്കം പൂജാരിമാരാക്കുന്ന തീരുമാനം വരുന്ന സമയത്താണ് പഴയ ആചാരങ്ങളെ തൊടാൻ മടിച്ച് സംവിധാനങ്ങൾ മുട്ടിടിച്ചു നിൽക്കുന്നത്. നാനാജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആയിരങ്ങളാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് മലകയറി എത്തുന്നത്. അത് നീയാകുന്നു എന്നർത്ഥമുള്ള തത്വമസിയാണ് ശബരിമലയുടെ സന്ദേശം. അവിടെ കയറി വരുന്നവരെല്ലാം ജാതിഭേദമില്ലാതെ അയ്യപ്പന് മുന്നിൽ ഒന്നാണെന്ന് സാരം.